കഴിഞ്ഞ ദിവസമായിരുന്നു ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഇതിൽ മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിക്കാത്തതിൽ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രണ്ടിടത്ത് മമ്മൂട്ടി ഫൈനൽ റൗണ്ടിൽ എത്തിയെന്നും കനത്ത മത്സരമാണ് നടക്കുന്നത് എന്നുമായിരുന്നു പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. സംസ്ഥാന തലത്തിൽ പൃഥ്വിരാജും മമ്മൂട്ടിയുമാണ് ഫൈനലിൽ എത്തിയതെന്നും ദേശീയ തലത്തിൽ ഋഷഭ് ഷെട്ടിയും മമ്മൂട്ടിയുമാണ് കടുത്ത പോരാട്ടത്തിൽ എന്നുമായിരുന്നു പുരസ്കാര പ്രഖ്യാപനത്തിന്റെ ഒടുവിൽ വരെ പ്രചരിച്ചിരുന്ന വാർത്തകൾ. എന്നാൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ദേശീയ പുരസ്കാരത്തിനായി അയച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകനും നടനും തെന്നിന്ത്യൻ സിനിമാ ജൂറി അംഗം കൂടിയായിരുന്ന പത്മകുമാർ. മമ്മൂട്ടി സാറിന് അവാർഡ് കൊടുക്കാത്തതിന്റെ പേരിൽ മോശം കമന്റുകളാണ് വരുന്നത്. അദ്ദേഹത്തെ മനഃപൂർവ്വം തഴഞ്ഞു എന്നാണ് കമന്റുകൾ വരുന്നത്. ഇതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. ഈ അവാർഡ് പ്രഖ്യാപന കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. സൗത്ത് ജൂറിയിൽ ഞാനും അംഗമാണ്. എന്റെ മുന്നിൽ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ വന്നതാണ്. ഞാൻ ആദ്യമായാണ് ഒരു നാഷണൽ ജൂറിയിൽ പോകുന്നതും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായാണ് അതിനെ സമീപിച്ചതും. നഷ്ടപ്പെട്ടു പോയ സിനിമ തിരിച്ചു വിളിച്ച സംഭവം വരെ ജൂറിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇത്രയധികം ശ്രദ്ധിച്ചിട്ടും എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല എന്നായിരിക്കും എല്ലാവരുടെയും ചോദ്യം. അതിന് ഉത്തരമുണ്ട്. 2022 കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്നും അയച്ച സിനിമകളുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. ഈ ലിസ്റ്റ് മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമയും ഇല്ല. നന്മകൾ നേരത്തെ മയക്കം മാത്രമല്ല, മമ്മൂട്ടിയുടെ ഒരു സിനിമയും നാഷണൽ അവാർഡിന് അയച്ചിട്ടില്ല. ഇത് ആരാണ് അയക്കാതിരിക്കുന്നത്? സിനിമ അയക്കാതിരുന്നിട്ട് മുൻവിധിയോടുകൂടി ആരെയൊക്കെ ഇരുന്ന് പടച്ചു വിടുകയാണ്. മമ്മൂട്ടിക്ക് കിട്ടില്ല, മനഃപൂർവ്വം കൊടുക്കില്ല എന്നൊക്കെ ചർച്ച ചെയ്യുകയാണ്. ആരാണ് മമ്മൂട്ടിയുടെ സിനിമകൾ അയക്കാതിരുന്നതെന്നും പത്മകുമാർ പ്രതികരിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതും. രണ്ടിടത്തും മമ്മൂട്ടി ഫൈനൽ റൗണ്ടിൽ എത്തിയിരുന്നുവെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു നടന്നിരുന്നത്. എന്നാൽ അവസാന നിമിഷമാണ് മമ്മൂട്ടിയിൽ നിന്ന് പുരസ്കാരം തെന്നി മാറിയത്. എന്നാൽ ഇപ്പോഴിതാ പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മമ്മൂട്ടി. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അദ്ദേഹം അഭിനന്ദന കുറിപ്പ് പങ്കുവച്ചത്. ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് മമ്മൂട്ടി കുറിച്ചത്. പുരസ്കാര പ്രഖ്യാപനം വന്ന് നിമിഷങ്ങൾക്കകമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പിന്നാലെ നിരവധി പേരാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിക്കാത്തതിൽ നിരാശ അറിയിച്ചും എത്തിയിരുന്നത്. ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജാണ് മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. കാതൽ, കണ്ണൂർ സ്ക്വാഡ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ മമ്മൂട്ടിയുമായിരുന്നു മികച്ച നടനുള്ള പോരാട്ടത്തിൽ പൃഥ്വിക്കൊപ്പം പിടിച്ചു നിന്നത്. അതേസമയം മമ്മൂട്ടി നിർമ്മിച്ച കാതൽ എന്ന ചിത്രം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. ഈ ചിത്രത്തിലൂടെ സുധി കോഴിക്കോടിന്റെ പ്രത്യേക പരാമർശം ലഭിച്ചു. മികച്ച ചിത്രം, മികച്ച കഥ, പശ്ചാത്തല സംഗീതം എന്നിവയ്ക്കാണ് കാതലിന് ലഭിച്ച മറ്റ് പുരസ്കാരം.